സുപ്രീം കോടതിയിൽ പോലും ഇന്ത്യയെ തോൽപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിരുന്നില്ല. ട്രംപ് നിയമിച്ച ജഡ്ജിമാർ പോലും ട്രംപിനൊപ്പം നിൽക്കാതെ തന്നെ ഇന്ത്യക്കൊപ്പമാണ് അണിനിരന്നത് എന്നതാണ് അവിടെ അധിക തീർവയ്ക്കെതിരെ കോടതി മുറിയിൽ പോലും വാദങ്ങൾക്കിടയിൽ പ്രതിഫലിച്ചത്. ഇന്ത്യക്കാരുടെ കരുത്ത് എന്താണ് എന്നുള്ളത് ട്രംപ് ആ കോടതി മുറിയിൽ വെച്ച് തന്നെ ശരിക്കും അറിഞ്ഞു എന്നതായിരുന്നു വാസ്തവം. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ വാദിച്ച് ജയിച്ചതാകട്ടെ ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. ഇന്ത്യൻ വംശജനായ അഭിഭാഷകൻ നീൽ കത്യാലാണ് ഈ വിഷയത്തിൽ ട്രംപിനെ പോലും മുൾമുനയിൽ നിർത്തിയതെന്നതാണ് ഇവിടെ എടുത്ത് ശ്രദ്ധേയമായി പറയേണ്ട കാര്യം. തോന്നുന്നതെന്തും ചെയ്യാൻ പ്രസിഡന്റിന് കഴിയില്ല എന്നും വ്യക്തികളെക്കാൾ മുന്നിലാണ് ഭരണഘടനയെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്തത്. ട്രംപ് നിയമിച്ച ജഡ്ജിമാരിൽ 2 പേർ പോലും തങ്ങൾക്ക് അനുകൂലമായി തന്നെ വോട്ട് ചെയ്തതായി തന്നെ ഇവിടെ എടുത്തു പറയുകയും ആ വിധിയാകട്ടെ കൂടുതൽ നിർണായകമായി തന്നെ എടുത്തു പറയേണ്ടതാണ് എന്നും നീൽ കത്യാൽ ഇവിടെ എടുത്തു പറയുന്നു. മൊത്തം 9 ജഡ്ജിമാരിൽ ഇത്തരം ഉന്നത പ്രൊഫൈൽ കേസുകളിൽ പലപ്പോഴും തന്നെ 5:4 വരെ ആ ഒരു അനുപാതത്തിലാണ് വോട്ട് വരാറ്. എന്നാൽ തീരുവ കേസിൽ ഇത് 6 മുതൽ 3 എന്ന അനുപാതത്തിലാണ് എത്തുന്നത്. ട്രംപിനെതിരായി തന്നെ വോട്ട് ചെയ്ത 6 പേരിൽ 2 പേർ ട്രംപ് തന്നെ നിയമിച്ച ജഡ്ജിമാരിൽ ഒരാളാണ് എന്നും ഇവിടെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ എടുത്തു പറയുകയാണ് ചെയ്തത്. അതേപോലെ മുൻ ആക്ടിംഗ് സോളിസിറ്റർ ജനറൽ കൂടിയായ നീൽ ആകട്ടെ ടാരിഫുകളെ ചോദ്യം ചെയ്ത് ചെറുകിടക്കാരെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ നിയമപരമായ ആ ഒരു സമീപനം കേസിനെ ദുർബലപ്പെടുത്തിയതായി തന്നെ അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി. ഞാനാണ് പ്രസിഡന്റ്, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന ആ ഒരു അസംബന്ധമായ ചിന്തയ്ക്ക് പ്രകാരം തന്നെ ഭരണഘടനാപരമായി തന്നെ പ്രവർത്തിക്കുകയായിരുന്നുവെന്നും ട്രംപ് ഇവിടെ ചെയ്യേണ്ടിയിരുന്നതെന്നും എടുത്തു പറയുന്നു. സുപ്രീം കോടതിയിൽ US പ്രസിഡന്റിനെതിരെ കേസ് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രസിഡന്റ് അങ്ങേയറ്റം തീവ്രമായ നിലപാടുകളാണ് എടുത്തിരിക്കുന്നതെന്നും അത് ഞങ്ങൾക്ക് അവിടെ ഗുണകരമായി എന്നതും അദ്ദേഹം ഇവിടെ എടുത്തു കാണിക്കുകയും ചെയ്തു. ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഭരണഘടനയിൽ പ്രസിഡൻഷ്യൽ അധികാരത്തിന് മേലുള്ള ഭരണഘടനയുടെ അധികാരത്തെ നിർവചിക്കുന്ന അംഗീകാരമാണ് എന്നതാണ് നീൽ ഈ വിധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതി നിയമവാഴ്ചയ്ക്കും എല്ലാ അമേരിക്കക്കാർക്കും വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അതിൻ്റെ സന്ദേശം ലളിതമായിരുന്നുവെന്നും പ്രസിഡന്റുമാർ ശരിയാണ്, പക്ഷേ നമ്മുടെ ഭരണഘടന അതിലും ശക്തമാണ് എന്നും അമേരിക്കയിൽ അമേരിക്കൻ ജനങ്ങൾക്ക് നികുതി ചുമത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേസിൽ പ്രസിഡന്റിനെ കുറിച്ചായിരുന്നു, അല്ലാതെ എങ്കിൽ പോലും ഒരു പ്രത്യേക പ്രസിഡന്റിനെ കുറിച്ചല്ല പരാമർശിക്കുന്നത്. ഇത് എപ്പോഴും തന്നെ അധികാര വിഭജനത്തിൻ്റേത് തന്നെയാണ് എന്നും അല്ലാതെ ഒരു പ്രത്യേക സന്ദർശനം അല്ലെങ്കിൽ ഒരു മറ്റൊരു രീതിയിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ആയതിനാൽ തന്നെ ഇത്തരത്തിൽ വീണ്ടും ഇന്ത്യൻ വംശജന് മുന്നിൽ ട്രംപിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രതിഭാസത്തെ കൂടെ ഇവിടെ കാണേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.